നിയാസേ സന്തോഷം. കുറെ കാലം കൊണ്ട് വിചാരിക്കുക നിക്കി ഇങ്ങനെ സോഷ്യൽ മീഡിയയിലല്ലേ കാണാറുള്ളൂ. ഇടയ്ക്ക് എവിടെയോ നമ്മളൊന്ന് കണ്ടല്ലോ, നമ്മുടെ മറിമായം. ഷോയുടെ ഇതാണ് ഷിഹാബ് കരുനാഗപ്പള്ളി. ഇദ്ദേഹമാണ് ഏറ്റവും പുതിയ മലയാള സിനിമ ഇന്നസെന്റ് എഴുതിയിരിക്കുന്നത്. അതിന്റെ കഥയും തിരക്കഥയും ഷിഹാബ്ക്കയുടേതാണ്. അത് എത്ര കരുനാഗപ്പള്ളിക്കാർക്കറിയാം. അതുപോലെ തന്നെ മറിമായം എന്ന സൂപ്പർ ഹിറ്റ് പരിപാടിയുടെ രചയിതാവാണ്. അതുപോലെ ഉപ്പും മുളകും, പിന്നീട് തട്ടിയും മുട്ടിയും, എത്രയോ സൂപ്പർ ഹിറ്റ് പരിപാടികൾക്ക് എഴുത്തുകാരനായിട്ട് നിൽക്കുന്ന കരുനാഗപ്പള്ളിക്കാരൻ. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ഷിഹാബ്ക്കയെ കുറിച്ച് ഈ വീഡിയോയിലൂടെ കാണാം. തട്ടിമുട്ടി അങ്ങനെ എഴുതിയിട്ടില്ല. തട്ടിമുട്ടിയിലാണ് ഞാൻ തുടങ്ങുന്നത്, ആദ്യത്തെ എപ്പിസോഡ് ഈ ടി വി രംഗത്ത്. അതെ, പക്ഷെ മറിമായാണ്ട് 400 എപ്പിസോഡ് എഴുതിയിട്ടുണ്ടല്ലേ? ആ മറിമായ 400 വരും, ഒരു 350 മുകളിൽ ഏതായാലും കാണും. പിന്നീട് ഉപ്പുമുളകും കുറെ എപ്പിസോഡ് എഴുതി. ഉപ്പുമുളക് തുടങ്ങിയത് ഞാനാ. ഫസ്റ്റില് അത് മാത്രമല്ല, അതിന് കൺസെപ്റ്റ് രൂപപ്പെടുമല്ലോ. ഒരു വീട്, ഭാര്യ, ഭർത്താവ്, 3-4 മക്കള്, എങ്ങനെ വേണം, ഓരോരുത്തരുടെ നേച്ചർ എങ്ങനെ വേണം ആ രൂപപ്പെടുത്തുന്ന കൺസെപ്റ്റ് രൂപപ്പെടുത്തുന്നതിൽ ഒരാൾ ഞാനാ. പിന്നെ ഈ അയലത്തുകാരൊക്കെ അടുത്ത കാലത്താണ് ഞാൻ മറിമായ എഴുതുന്ന അറിയുന്നത്. അയലത്തുള്ളവർ പോലും അടുത്ത സമയത്താന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാല് ഈ എഴുത്തിന്റെ പിന്നിൽ 2 ശക്തികൾ മാത്രമാണ്. ഒന്ന് ഷിഹാബ്ക്ക എഴുതും, അതെല്ലാം നോക്കാൻ ഒരാളുണ്ട്, ഷിഹാബ്ക്കയുടെ ഭാര്യ വായിച്ച് കേൾപ്പിക്കുന്നു. അതെ, അവളപ്പോ കുറച്ച് പൊട്ട തിരുത്തലുകളൊക്കെ പറയാം. അതൊന്നും ഞാൻ അങ്ങനെ 84-ൽ സർക്കാർ സർവീസിൽ വന്നിട്ടുള്ള ആള്, പിന്നീട് മലയാള ടെലിവിഷൻ രംഗത്ത് ഇപ്പോൾ സിനിമയിൽ വരെ എത്തി നിൽക്കുന്ന എഴുത്തുകാരനായി. അതിൽ നിറയെ തമാശകളും വളരെ റിയലിസ്റ്റിക് തമാശകളും ലൈഫും ഒക്കെ, ഹിറ്റ് തമാശകളോ അല്ലെങ്കിൽ ഈ എന്താ റിയാലിറ്റി ഇല്ലാത്ത തമാശകളോ എഴുതുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. നമ്മൾ ഓർഗാനിക്കായിട്ടുള്ള സിറ്റുവേഷനിൽ ഇങ്ങനെ സംസാരത്തിൽ തമാശ കയറി വരും, അല്ലെ തമാശയ്ക്ക് വേണ്ടി സിറ്റുവേഷൻ ഉണ്ടാക്കാറില്ല. അപ്പോൾ അങ്ങനെയൊക്കെ നിൽക്കുന്ന ഒരാളാണ് ഷിഹാബ് കരുനാഗപ്പള്ളി. ഏതായാലും ഷിഹാബ്ക്കയെ കുറിച്ചുള്ള വളരെ വിശദമായ ഒരു പ്രോഗ്രാം നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണുക, കെ ലൈവ് മീഡിയ എന്ന ചാനലിൽ. ഒപ്പം ഈ പേജ് ഫോളോ ചെയ്യുക.